10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ ഇസ്രായേൽ ചരിത്രം സൂചിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഭവിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു. എന്നിട്ട് 5-ാം വാക്യം പറഞ്ഞു, മിക്കവരിലും ദൈവം മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകവും പ്രാപിച്ചു, തിരുമേശ എടുത്തു, പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ഇതെല്ലാം അനുഭവിച്ച് നമ്മൾ പ്രസാദിച്ചെന്നും പറഞ്ഞാൽ ഇരിപ്പിരിക്കുന്നത്. പക്ഷെ അവിടെ വായിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടും പ്രസാദിച്ചില്ല. അതിന് വേറെ കാരണമുണ്ട്. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തില് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനും കൂടാ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി പട്ടുപോകാതെ, നശിച്ചു പോകാതെ അങ്ങെത്തുക എന്നുള്ളതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അതാണ്. എന്നിട്ട് ഇടയ്ക്ക് പൗലോസ് പറഞ്ഞു, ഒടുവിൽ പറഞ്ഞു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ. ആരൊക്കെയാന്ന് നമുക്ക് ഏറെക്കുറെ അറിയാമല്ലോ. ഇരിക്കുകയാണോ, ഇപ്പം നിങ്ങൾക്കറിയാം ഇരിക്കുകയാണോ നിൽക്കുകയാണോ, ഏറെക്കുറെ അറിയാം. അപ്പൊ അങ്ങനെ ചിന്തയുള്ളവർ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വളരെ സൂക്ഷിച്ചോണം. ഈ ലേഖനത്തിലെ പ്രാരംഭത്തിൽ പറഞ്ഞു ആട്ടിൻകൂട്ടത്തെ എല്ലാം സൂക്ഷിക്കാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ലേഖനത്തിൽ പറഞ്ഞു നിന്നെ തന്നെ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. കാരണം പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ സൂക്ഷിക്കാൻ പോയ അവസാനം നമ്മളും കുഴയാൻ സാധ്യത ഉണ്ട്. അപ്പൊ പറഞ്ഞു ഇനി നിന്നെ തന്നെ സൂക്ഷിക്കണം, ഉപദേശത്തെയും സൂക്ഷിച്ചോണം. നാടൻ ഭാഷ പറയാ ഉപദേശം വിറ്റ് കാപ്പ് കുടിക്കരുത്. അപ്പൊ ഉപദേശത്തെ സൂക്ഷിച്ചോണം. അപ്പൊ എന്തായാലും ഈ പ്രാരംഭ വാക്യങ്ങളില് ഇവരെ തകർന്നു പോകാനും വീണു പോകാനുള്ള കാരണങ്ങളില് 1-2 കാര്യങ്ങൾ ഞാൻ പകൽ ഓർപ്പിച്ചല്ലോ. ഞാൻ ആ ഭാഗം ശാന്തമായിട്ട് ധ്യാനിച്ചു. ഇവര് മരുഭൂമിയില് പട്ടുപോകാൻ, വീണു പോകാൻ, തകർന്നു പോകാൻ കാരണം. അപ്പൊ ശാന്തമായിട്ട് വചനം ധ്യാനിച്ചപ്പോൾ 38 കൂട്ടം കാര്യം കണ്ടു. 38 അതൊന്നും പറയുന്നില്ല. അത് ആലിയ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനത്തിന്. അപ്പം ഈ എടുത്ത കണ്ണികയ്ക്കകത്ത് 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോകാം, മറ്റു ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇവരെ പട്ടുപോകാൻ, തകർന്നു പോകാനുള്ളതിന്റെ ഒരു കാരണം അവിടെ എഴുതിയിരിക്കുന്നത് മോഹങ്ങളാണ്. 6-ാം വാക്യത്തിന്റെ താഴോട്ട് വായിച്ചേ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാം. അവര് മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാം. ഈ മോഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എന്തോ മോഹമാണെന്ന് അവനോ വിവേചിച്ചാൽ മതി. ഇവിടെ നല്ല മോഹമല്ല, ദുർമോഹമാ. മോഹം എല്ലാവർക്കും ഉണ്ട്. പിടിക്കുന്ന എല്ലാവർക്കും ആർക്കാ മോഹവും ആഗ്രഹവും ഒന്നും ഇല്ലാത്ത? എനിക്ക് ഒരു മോഹവും ഇല്ല പാസ്റ്റേ. എന്തോ കുഴപ്പമുണ്ട്, ഉണ്ട്. അതിനിപ്പം നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല, നിങ്ങൾക്കറിയായിരിക്കും. മോഹങ്ങൾ നല്ലതാ, പക്ഷെ ദുർമോഹം പാടില്ല. അത്യാഗ്രഹം അത് പാടില്ല. ആഗ്രഹം നല്ലതാ. പകലോർപ്പിച്ചല്ലോ ഒരപ്പച്ചൻ പറഞ്ഞത്. കണ്ടമ്പേരൂരെ പുന്നക്കാട്ടെ സജിബ്രദറിന്റെ പിതാവ്. നല്ല മോഹമാ. മരിക്കുന്നതിന് മുന്നേ ഒരു മോഹം, ഒരാഗ്രഹം, മുറ്റത്ത് പന്തലിട്ട് 5 ദിവസം കൺവെൻഷൻ നടത്തണം. നല്ല മോഹമാ. ആദ്യം പിള്ളേര് അത്ര യോജിച്ചില്ലെങ്കിലും പിന്നീട് വിധേയപ്പെട്ടു. പന്തലിട്ട് കൺവെൻഷൻ നടത്തി. പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തലിലാ ഭൗതിക ശരീരം വെച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നത്. നല്ല മോഹമാണ്. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹപടൻ ശുഭപാസ്റ്ററുടെ സഹോദരി കുടുംബമായിട്ട് കണ്ണൂര് പാർത്ത് വേല ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 2 പിള്ളേരാ, ജ്യേഷ്ഠനും അനുജനും. അവരുടെ അപ്പച്ചൻ ഈ അടുത്ത കാലത്താണ് കടന്നു പോയത്. അപ്പൊ കടന്നു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് കണ്ണൂര് ഞാനൊരു ശുശ്രൂഷയ്ക്ക് ചെന്നു. അവിടെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പകൽ അവിടെ യോഗം. അപ്പൊ ഈ അപ്പച്ചനെ വളരെ ഉത്സാഹത്തോടെ, നല്ല വാർദ്ധക്യമാ എങ്കിലും നല്ല ചുറുചുറുക്ക.
അകത്ത് വരികയും പുറത്തിറങ്ങി ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ കൊണ്ട് കാണിച്ചത് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് കേൾക്കുന്നു, എന്നെ കാണിച്ചു വളരെ ഉത്സാഹത്തോടെ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പ്രായം? 90 ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു ഈ അപ്പച്ചൻ കടന്നുപോയി. പെട്ടെന്ന് എനിക്കും ഒരു പ്രയാസം. അദ്ദേഹത്തിന്റെ മകനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയ കാര്യങ്ങൾ എങ്ങനെയാന്ന്. അപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു. തലേന്ന് രാവിലെ വളരെ ഞങ്ങൾ ഒന്നിച്ചു ഇരുന്നു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പ്രായം? വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം ഒരാഴ്ച കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ അപ്പച്ചൻ കടന്നുപോയി. അപ്പച്ചൻ അല്പം പൊടി രസമൊക്കെ പറയുന്ന പ്രയാസം. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പച്ചൻ ആമ്പിള്ളേരോട് തലേന്ന് പറഞ്ഞു, എടാ തലേന്ന് രാവിലെ ഞാന് മിക്കവാറും കടന്നു പോകും, ചില കാശും കൈ വെക്കണ ഒരു പെട്ടി മേടിച്ചോണം. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. രാവിലെ ഗൗനിച്ചില്ല. ചില കാശും കരുതിക്കോണം, പൊടി രസം മേടിച്ചു വെക്കണം എന്ന് മൂത്ത മകനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പച്ചൻ ആമ്പിള്ളേരോട് തലേന്ന് പറഞ്ഞു, രാവിലെ പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് മിക്കവാറും കടന്നു രസകരമായ കാശും കൈ വെക്കണം. ഒരു തിയോളജി അല്ല പറയുന്നത്, പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. രാവിലെ ഗൗനിച്ചില്ല. ഈ ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തെ ഭക്ഷണം മേളിലാന്ന്. ചില കാശ് എനിക്ക് വേണ്ട, ഉച്ചക്കത്തെ മേടിച്ചു വെക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പിള്ളേരോട് തലേന്ന് പറഞ്ഞു, പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് രസകരമായ കാശും കൈ വെക്കണം. 12 പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. ഈ ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തെ മുഖത്തിനെങ്കിലും വ്യത്യാസം വരുമെന്ന്. ചില കാശ് എനിക്ക് ഉച്ചക്കത്തെ കാണുന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പിള്ളേരോട് തലേന്ന് പറഞ്ഞു, പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് രസകരമായ കാശും കൈ വെക്കണം. 12 പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. അല്ല, അങ്ങനെ നല്ല അന്ത്യം ലഭിച്ചവരുണ്ട്. ഈ ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തെ എപ്പോഴും ഞാൻ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഇന്ത്യ ദൈവസഭയുടെ ഒരു ഓവർസീർ ആയിരുന്നു PC ചാക്കോ. യുകെയിലെ ജോക്കുരിയൻ PC ചാക്കോ സഭകളുടെ മരുമകൻ വല്ലപ്പള്ളി പെരുമ്പറമാവ്. ഞാൻ അദ്ദേഹമായിട്ട് അത് അടുത്ത് ഇടപെട്ടിട്ടില്ല. അല്ല, അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് എപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പറഞ്ഞതാ, ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് മരിക്കുന്നത്. യുകെയിലെ വല്ലപ്പള്ളി പെരുമ്പറമാവ്. അല്പം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹമായിട്ട് അത് അടുത്ത മുഖമൊക്കെ ഒന്ന് ശോഭിച്ചു. അല്ല, അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് എന്നോട് പറഞ്ഞതാ, ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് മരിക്കുന്നത്. യുകെയിലെ അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, ജോറുട്ടി ഞാൻ പോകാൻ പോകും, മുഖമൊക്കെ ഒന്ന് ശോഭിച്ചു. അല്പം കഴിഞ്ഞപ്പോ തിയോളജി വശമൊന്നും എന്നോട് ചോദിച്ചു. അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് എന്നോട് പറഞ്ഞതാ, ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, ജോറുട്ടി ഞാൻ പോകാൻ പോകും, മുഖമൊക്കെ ഒന്ന് ശോഭിച്ചു. അല്പം കഴിഞ്ഞപ്പോ തങ്കയ്യാച്ചൻ അല്പം കഴിഞ്ഞപ്പം തിയോളജി വശമൊന്നും എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് തങ്കയ്യാച്ചൻ അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് ചർച്ചകോട്ടിന്റെ എന്നോട് പറഞ്ഞതാ, ഇന്ത്യ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന മരിക്കുന്നതിന് നേപ്പാളിലൊക്കെ ഏതാണ്ട് പ്രവർത്തിച്ചു. അപ്പൊ ഇദ്ദേഹം പറയുകയാ, ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരെ കാണുന്നു, ആണ്ട് തങ്കയ്യാച്ചൻ ഇരിക്കുന്നെന്ന്. ഇത് പറഞ്ഞ് തന്റെ മുഖമൊക്കെ അങ്ങ് പ്രസാദപൂരിതമായി വളരെ പ്രത്യാശയോടെ കടന്നു പോവുക. ഞാനിപ്പം എൻ്റെ അറിവിലും ദൃഷ്ടിയിലും പെട്ട 2 കാര്യം ഓർപ്പിച്ചു. നിങ്ങൾക്കും പറയാനുണ്ട് സാക്ഷ്യം. നിങ്ങളിപ്പം മൈക്ക് തന്നെ പറയുക, പാസ്റ്റർ ഞങ്ങളുടെ അപ്പച്ചനും. പിന്നെ അപ്പച്ചൻ പോയ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. പല അപ്പച്ചന്മാരും പിച്ചും പേയും പറഞ്ഞു പോയവരുണ്ട്. അമേത്യന്മാര് ഭിത്തിയിലെറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അനാവശ്യം പറഞ്ഞേച്ച് പോയ അപ്പച്ചനും
അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ കണ്ണ് പൊട്ടുന്ന 3 ഡാഷ്. ഏതപ്പച്ചനാന്ന് ഇപ്പം എന്നോട് ചോദിക്കരുത്. അച്ഛന് ഏതാണ്ട് ഒരു ചെറിയ പിടി കിട്ടി. പറയണ്ട, നമ്മളെ ഇവർ വെച്ചേക്കുകയല്ല, മിണ്ടണ്ട. അല്ല, നമ്മളവരെ വിധിക്കണ്ട. ഇതൊക്കെ കാണുമ്പം ഞാനും നിങ്ങൾ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെട്ടോണം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനീ അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താനീ അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചാനു ദിനമരു ഭൂവിൽ നടത്താമ ദുരജാവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചാനു ദിനം മരുഭൂവിൽ നടത്താമ ഉരജാവൻ ഒരു നാളും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബഹുമാന്യരെ, നമ്മൾ ഓടിയതും അധ്വാനിച്ചതും നഷ്ടമാകരുത്. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരേ ഉള്ളൂ. ആട്ടെ, അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ അത് പാടില്ല. മോഹം എല്ലാവർക്കും ഉണ്ട്, ദുർമോഹം പാടില്ല. ഇവർക്ക് ദുർമോഹം. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോ കർത്തദാസി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. പാടില്ല. ഇങ്ങനെയുള്ള മോഹങ്ങളെ കീഴ്പ്പെടുത്തണം. ഞാൻ പകല് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള മോഹം, ആഗ്രഹം, ആശ, ഇച്ഛ, തൃഷ്ണ. സാറ് കൊടുത്ത പ്രയോഗം ഞാൻ പകല് ചൊല്ലി. വിഷയഭോഗങ്ങളാൽ ഇല്ലൊരു തൃപ്തി. എത്ര കിട്ടുന്ന തൃപ്തി വരുന്നില്ല. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം. ഞങ്ങളെ തളപ്പിങ്കൽ നിൽക്കും ഏകത്രപത്തൻ. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടു നിരക്കും നിലയന്യ. അതിനാൽ ആയുസ്സിന്റെ നശ്വരതയും പാപകൃതി എന്ന. ഇങ്ങനെയുള്ള മോഹങ്ങൾ വന്നാൽ സ്വസ്ഥത കെടും. പേ പിടിച്ച വട്ടിയെ പോലെ നടക്കും. അതാ അളർക്കൻ നടക്കും പോലെ നടക്കുമെന്ന്. ആടെ ഭാഗം വിട്ടേക്കാം, നമുക്കധികം വിവരിക്കണ്ട. അപ്പൊ ഒന്ന് ദുർമോഹം. ഇനി അടുത്ത വാക്യം വായിച്ചേ. അടുത്തത്. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അറിയാവല്ലോ വിഷയം. തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. കളിപ്പാൻ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, മലയാളത്തിലെ കളിപ്പാൻ എഴുന്നേറ്റെന്ന. മാർത്താട്ടത്തൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ തമിഴ് വായിച്ചപ്പം വിളയാടാൻ എഴുന്നേറ്റെന്ന. വിളയാടാൻ, അതാ കുറച്ചുകൂടെ നല്ലത്. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് വിളയാടാനല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നത് വിളയാടാനല്ല, ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കാനാ. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. അല്ല, പിണങ്ങിയാലും കുഴപ്പമില്ല. അല്ല, എല്ലാവരും ഇപ്പം യോജിച്ചിരുന്നിട്ടും വലിയ എല്ലാവരുടെയും കാര്യമല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെളിയിക്കാം. ഈ ദുർമോഹം എല്ലാവർക്കും ഉണ്ട്. മോഹം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ താഴോട്ടൊരു 4 കാര്യം പറഞ്ഞു. അത് എല്ലാവരുടെയും കാര്യമല്ല. അവിടെ ചിലരെന്ന മോഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ചിലരെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മോഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ താഴോട്ട് ഒരു 4 കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല, ചിലര്. വായിച്ചേ.
അവരിൽ അവര് ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ. അപ്പം വിഗ്രഹത്തെ ആരാധിച്ച് എല്ലാരും ആരാധിച്ചില്ല. ചിലര് അടുത്തത് അവരിൽ ചിലർ പരസംഗം ചെയ്ത്. എല്ലാരും പരസംഗം ചെയ്തില്ല. ചിലര് പിന്നെ അടുത്തത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ അടുത്തത് അവരിൽ ചിലർ പരീക്ഷിച്ച്. എല്ലാരും പരീക്ഷിച്ചില്ല, ചിലര് പരീക്ഷിച്ചു. അടുത്തത് അവരിൽ ചിലർ പിറുപിറുത്ത്. ചിലര് പിറുപിറുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, മോഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ചിലര് മോഹിച്ചെന്നല്ല, മുഴുവനെണ്ണവും മോഹിച്ചു. പക്ഷെ മറ്റു 4 കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ചിലര് വിഗ്രഹത്തെ സേവിച്ചു, ചിലര് പരസംഗത്തിൽ അകപ്പെട്ടു, ചിലര് പരീക്ഷിച്ചു, ചിലര് പിറുപിറുത്തു. എന്നാൽ മോഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മോഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോഹമുണ്ട്. പക്ഷേ ദുർമോഹമാ പാപം. ആ ദുർമോഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പട്ടുപോകും. നല്ല മോഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ നല്ലതല്ലേ? 50 ലഘുലേഖ അടിച്ച് അയലത്തുകാർക്കൊന്ന് കൊടുക്കണം, നല്ല ആഗ്രഹമാണ് അത്. അവർ മേടിക്കാതിരിക്കുവോ? രണ്ടാമത്തത് ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ മൈക്കുമായിട്ട് പോയി പരസ്യവും നടത്തണം, നല്ല കാര്യമാണ്. നല്ലതല്ലേ? ഇരിപ്പ് കണ്ടിട്ട് നല്ല ആഗ്രഹങ്ങളുണ്ട്, അത് നല്ലതാ. പക്ഷെ ഇത് നല്ല ആഗ്രഹമല്ല, ദുർമോഹം കയറി. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ട്. ആ വിഷയം കർക്കശമായി പറഞ്ഞപ്പോ ഒന്ന് മോഹങ്ങൾ എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ചിലര് വിഗ്രഹത്തെ ഭജിച്ചു. ഇവരെ വിഗ്രഹത്തെ ഭജിക്കാൻ പദ്ധതി കിട്ടും. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റെന്ന പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാവുന്നത് കൊണ്ട്. അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന 6:32-4 വായിര്. അവർ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇത് പാടില്ല. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി രൂപമേ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇവര് പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കാനാ. ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചെന്ന്? എന്നാ ഞാൻ വിഗ്രഹസേവയ്ക്ക് അനുകൂലം പറയല്ല. എന്നാ ഇങ്ങേര് മോശയുടെ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്താൽ പോരെ, ഇയാൾ ഈ കാളെ ഉണ്ടാക്കി കൊടുക്കണോ? ഏതായാലും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അന്ന് പിന്നെ മോശയുടെ ഒരു ചെറിയ രൂപം, അവര് മോശ നടക്കുന്നതുകൊണ്ടാണ് ഇവരും നടക്കുന്നത്. അത് മതിയായിരുന്നു. അത് ശരിയാന്നല്ല, തെറ്റാ. പക്ഷെ ഏറെക്കുറെ ഇയാള് കാളക്കുട്ടി ഉണ്ടാക്കി. ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്ന ഞാൻ ഇടയ്ക്ക് കയറി പറയാ, ഇയാൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ പിൻതലമുറ 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. 12:28 1 രാജ. അറിയാമല്ലോ, വായിച്ചോ. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടി. പുറപ്പാട് 32:4 ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ കൊച്ചുമക്കളുടെ കാലം വന്നപ്പം 2 കാളക്കുട്ടിയുണ്ട്. ഇപ്പൊ പ്രാർത്ഥന, കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്ററെ. മോന് വേണ്ടി എന്നാന്നറിയാമല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. അല്ല, മിണ്ടണ്ട, വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ പിതാക്കന്മാര് ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ പിൻതലമുറ വന്ന് 2 കാളക്കുട്ടി ഉണ്ടാക്കി.
ദൈവം കർക്കശമായി പ്രമാണം കൊടുത്തു. വായിച്ച ആവർത്തന 7:1 മുതൽ താഴോട്ട് വായിരും. ആവർത്തന 7:1 മുതൽ താഴോട്ട്. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ 7 ജാതികൾ താഴോട്ട് എണ്ണം ഉണ്ട്. വായിര്. ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നീ 7 മഹാജാതികളെ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അടുത്തതാ, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അടുത്തതാ, അവരെ നിർമൂലമാക്കി കളയണം. നീ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ അവരുമായിട്ട് ചങ്ങാത്തത്തിനൊന്നും പോകരുത്. ഇത് നമ്മൾ ആരുമായിട്ടും ചങ്ങാത്തത്തിന് യെഹോശാഫാത്ത് ആഗാബുമായിട്ട് സംബന്ധം കൂടിയെന്ന തിരുവചനത്തില് എന്ന് പറഞ്ഞ യെഹോശാഫാത്തിന്റെ മോൻ യെഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ദൈവകൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. കാശും പൊസിഷനും. ഈ പെന്തിക്കോസുകാർ ചെല്ലി പറയും, പാസ്റ്റേ ഒരു പയ്യൻ വേണം, അല്ലെ പാസ്റ്റേ ഒരു മോള് വേണം, ഞങ്ങൾക്ക് മറ്റൊന്നും നോട്ടമില്ല. ദൈവകൃപ ചുമ്മാ പറയുന്നതാ. ഇതുപോലെ വിളച്ചിലും തട്ടിപ്പും. തെളിയിക്കാൻ 100 തെളിവ് തരാം. വെറുതെ പറയുന്നതാ. ചുമ്മാ പറയുന്നതാ. പക്ഷെ ഞങ്ങൾക്കൊന്നും നോട്ടമില്ല. നല്ല കൃപയുള്ള ആരാണ്ട് അവിടെ ഇരുത്തി ഒരു മൂളിച്ച മൂളിയല്ലോ. വെറുതെ പറയുന്നതാ. നമ്മൾ ഉടനെ ഉദാഹരണമാണ് നമ്മൾ പറയാ, അച്ചായ താണ്ട് അവിടെ ഒരു പെൺകുട്ടി നല്ല കൃപയുള്ളതാ, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വളരെ മാന്യമായിട്ടും യോഗ്യമായിട്ടും വളരെ വിനയമായിട്ടും വിധേയത്തോടെ ജീവിക്കുന്ന നല്ല പെൺകുട്ടി. പക്ഷെ കാശൊന്നുമില്ല, സൗന്ദര്യം അത്ര പോരാ, പിന്നെ കുടുംബക്കാരത്ര അരിസ്റ്റോക്രാറ്റ് ഫാമിലി ഒന്നും. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ഇല്ല, ഇരിക്കട്ടെ അത്ര ഒന്നുമില്ല. പിന്നെ വളരെ സാധുക്കളാ, വളരെ നിവൃത്തി കഴിഞ്ഞു പോവാം. പക്ഷെ ഭയങ്കര കൃപയാ. അന്നേരം അച്ചായൻ പറയുന്നത് എന്നാന്നറിയോ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവള് എന്ത് ചെയ്തിട്ട് എന്നാ പിന്നെ നീ എന്തിനാ അവിടെ ഞാൻ പറഞ്ഞ അച്ചായന് വീട് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഉണ്ടെന്ന് പറയണം. അതറിഞ്ഞാ മതി. വെറുതെ പറയുന്നതാ കൃപ മതിയെന്ന്. വെറുതെ പറയുന്നതാ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഒരു മനസ്സാക്ഷിക്ക് നിരക്കുന്നത് വേണം. കൃപ മാത്രമുള്ള ആളെ അംഗീകരിക്കുകയല്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അനിയൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, എന്നാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അച്ചായൻ പറഞ്ഞേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും വിളച്ചിലും പടയനിയല്ല കൈ വെച്ചേച്ചേ അങ്ങ് തുറന്ന് പറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മാമിക്ക് മനസ്സിലായില്ലേ? ഇല്ലേ? ആവശ്യമില്ലാത്ത ബന്ധുത. ഇവിടെ യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടിയെന്ന് പറഞ്ഞാൽ യഹോശാഫാത്തിന്റെ മോൻ യെഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. കാശ് നോക്കി കെട്ടിച്ച. വായിച്ചോ ദിനവൃത്താന്തം 18 1, 2 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1, 2, 3 പെട്ടെന്ന്. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ അങ്ങേറ്റത്ത് പോയിരുന്നു. ഇവിടെ വന്നിരിക്കെ, ഇവിടെ വാ. വായിച്ചോ. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അടുത്തത്, അവൻ ആഹാബിനോട് സംബന്ധം കൂടാൻ കാരണം ധനവും. അതാ കൃപയല്ല വിഷയം, അഭിഷേകമല്ല വിഷയം, ധനവും മാനവും.
ഈ ജീവിതത്തോട് വരുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പിടികിട്ടുന്നത്. മറ്റൊരാളോട് പറയാൻ നമുക്ക് നല്ല നല്ല വിരുദ. ബ്രദറെ, വിശ്വസിച്ചാൽ മതി. നമ്മൾ വിശ്വസിച്ചാൽ നമുക്കൊരു ചെറിയ പ്രൈസ്. ആംബുലൻസ് വിളി. മറ്റവനെ ചാട്ട കയറ്റിയത് മിണ്ടുന്നില്ല. മിണ്ടണ്ട. മറ്റുള്ളവരെ നമുക്ക് നല്ല നല്ല വിരുദ. ഞാൻ സംഗീതം നമ്മുടെ ജീവിതത്തിലും കൂടെ വരണ്ടേ? പാട്ടൊക്കെ നമ്മൾ പാടും. ഓർമുൽക്കിരീടമല്ലയോ എൻ നാഥൻ ലക്ഷണം യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാഡംബരം. നല്ല പോർ പൊരുതു ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം ഓർമുൽക്കിരീടമല്ലയോ എന്നാഥൻ ലക്ഷണം താൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാടം. പാട്ടൊക്കെ പാടാം. പക്ഷെ ഇവിടെ യഹോശാഫാത്തിന് ധനവും മാനവും. അപ്പൊ ഈ കല്യാണം നടത്തിയത് മാനം നോക്കി, ധനം നോക്കി. അങ്ങോട്ട് നോക്ക്, വായിച്ച്. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ധനം നോക്കി മാനം നോക്കിയായി കല്യാണം, അല്ലാതെ കൃപ നോക്കിയല്ല. കൃപ നോക്കിയായിരുന്ന ഈ വീടുമായിട്ട് ബന്ധത കൂടുതൽ. കാരണം ആഗാബിന്റെ ഭാര്യ ഇസബേല് സീദോന്യ രാജാവാക്കുന്ന ഇഗ്ബാലിന്റെ പുത്രിയാ ഇസബേല്. നാടൻ ഭാഷ പറഞ്ഞ അവള് കൂടോത്രക്കാരിയാ. അതുകൊണ്ടില്ലയോ ഏകു ഇസ്രായേൽ വന്നപ്പോ യോരാൻ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? ഏകു പറഞ്ഞു, എനിക്കോ നിന്റെ അമ്മയുടെ കൂടോത്രം. അങ്ങനൊന്നും അല്ലെങ്കിൽ ആശയം അതാ. തന്നെ ഇവളെ മുടിയൊക്കെ നന്നായിട്ട് ഡൈ ചെയ്ത് പിരിയൊക്കെ വടിച്ച്, പിന്നെ എന്നെ നോക്കിക്കോ, എന്നെ കാണാൻ വലിയ ചതവൊന്നുമില്ലല്ലോ, നോക്കിക്കോ ഇസബേലേ. കൺമഷി കൊണ്ടൊക്കെ അമ്മാമ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും ശൂലേങ്കാരി പറഞ്ഞ പോലെ ഞാനുള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. സ്തോത്രം. മുടിയൊക്കെ ചീകി മിനുക്കി. അങ്ങനെ ഒരു പറവേ ഉള്ളെങ്കിലും എങ്ങനത്തെ മിനുക്കാന്ന് പിന്നെ ചിന്തിച്ചോ. നല്ലതുപോലെ മിനുക്കി കണ്ണുമൊക്കെ. സൺഡേ അമ്മാമ്മ സ്റ്റേജിൽ നിന്ന് തലയത്ത് പോലും തുണിയില്ല. വൈകിട്ട് കോള് വരും. സൺഡേ ആരാൻ്റെ ഏട്ടെന്ന് അവർ വിളിച്ച് പറയും, അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. വേണ്ട, മനസ്സിലാകുന്നില്ല. മുടിയൊക്കെ ചീകി കണ്ണുമൊക്കെ എഴുതി. അല്ല, സിയോൻ പുത്രിമാരിപ്പോ അങ്ങനെ വായിച്ചോ? 3:16 ഏഷ്യാവ് അറിയാവല്ലോ, വായിച്ചോ? വായിച്ചു വിട്ടാ മതി. എല്ലാ സിയോൻ പുത്രിമാരും കേൾക്കെ. സിയോൻ പുത്രന്മാരൂടെ കേട്ടോ. പുത്രിമാര് തന്നെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെയും അരുളി ചെയ്തെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് ഭയങ്കര നികളമാണല്ലോ. നികളം ഏതാണ്ടല്ലേ ആയെന്നുള്ളത്. സാലറി കൂടുതലുണ്ട്, വീട് മേടിച്ചു, വണ്ടിയായി, വില കൂടിയ വസ്ത്രം ധരിച്ചു, എല്ലാം ഉണ്ട്. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്ക് ഒന്നിനും. പക്ഷെ വെളിപ്പാട് കാണുമ്പോ നിന്നെ പോലെ ഇതൊരു ഗതികേട് പിടിച്ചവൻ. സ്തോത്രം.
അല്ല, എല്ലാം ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും ഒക്കെ അങ്ങനെ ചിന്തയല്ലേ? ഏതാണ്ടല്ല ആയി, നമ്മൾ ഏതാണ്ടല്ല ആണ്. നിഗളം, ആ സിയോൻ പുത്രിമാർ നിഗളിച്ച് ഏതായാലും അങ്ങനെ വെച്ചു കൊടുത്തത് വളരെ നന്നായി. വായിച്ചു. നിഗളിച്ച് കഴുത്ത് നീട്ടിയും. കഴുത്ത് നീട്ടി, ഇങ്ങോട്ട് നോക്കിയ കഴുത്ത് നീട്ടുക പറഞ്ഞ കഴുത്തെ പിടിച്ച് നീട്ടിയതല്ല. ചുരിദാർ ആന്നേലും ബ്ലൗസ് ആന്നേലും ഏത് വസ്ത്രമാന്നേലും അത് ഒത്തിരി ഇങ്ങോട്ട് ഇറങ്ങി ആ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കാം, ഞങ്ങളുടെ കാശ് മുടക്ക് മേടിക്കുന്ന തനിക്ക് എന്നാ ഇത്ര? എനിക്ക് സൂക്കടില്ല, പക്ഷെ നീ സ്റ്റേജേ കയറരുത്. മനുഷ്യൻ പിണങ്ങിപ്പോവാന്നോ? അല്ല, നമ്മുടെ ആളാ, തോമാച്ചന്റെ മോനാ. കഴുത്ത് നീട്ടി, കഴുത്ത് നീട്ടിയെന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ച് നീട്ടിയെന്നല്ല. ആരാണ്ട് ദീർഘശ്വാസം പെടുന്നത് ഞാൻ കേട്ടു. ദൈവമേ, ഇനി എന്നാക്കെ? ദൈവത്തെ ആരാധിക്കുമ്പോൾ മാന്യമായിട്ടും യോഗ്യമായിട്ടും ലജ്ജാശീലത്തോടും അങ്ങനെ വേണം. ഇവിടെ നിന്നില്ല വർഷിപ്പാ, ഇവിടെ നിന്നില്ലെന്ന് അല്ല, നടത്തിപ്പുകാർ പറയണ്ടേ? വേണ്ടേ? ദശാംശം കൊണ്ട് തരുമായിരിക്കും കൂടുതൽ. $5,000 $25,000 അത് മേടിച്ച് അമുക്കിയാ പോരാ. എല്ലാവരുടെയും കാര്യമല്ല. നമ്മൾ പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ വിട്ടുപോകും. എടാ, തുമ്മിയാ തെറിക്കുന്ന മൂക്കാന്നേ. കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട്, രാജ്യത്തിന് മാറ്റമുണ്ട്, ഭക്ഷണക്രമത്തിന് മാറ്റമുണ്ട്, സംസാരവും ശൈലിയും ഒക്കെ അതിനെല്ലാം മാറ്റമുണ്ട്. പക്ഷേ ഇതിനൊരു മാറ്റവും ഇല്ല. രാജ്യത്തിന് മാറ്റമുണ്ട്, നിയമങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്, ക്ലൈമറ്റുമൊക്കെ വ്യത്യാസമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, ഇതിനൊരു മാറ്റവുമില്ല. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. ഇത് വെച്ചാണ് എന്നെയും നിന്നെയും ന്യായം വിധിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു, ഇനി ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നെന്ന്. അത് ഇവിടോട്ടൊന്നല്ല, എവിടോട്ടാന്നേലും അവിടെ നിന്ന് അനുവദിച്ചാലല്ലേ ഒക്കുള്ളൂ. ഇവിടെ ആണെങ്കിലും കൊള്ളാം, ഈ നാട്ടിലോട്ടാണെങ്കിലും കൊള്ളാം, ഇവിടെ എവിടെ ആണെങ്കിലും അവിടെ നിന്ന് അനുവദിക്കാതെ നിനക്ക് ചലിക്കാൻ ഒക്കുവോ? ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. നമ്മളെ നന്നായിട്ട് കർത്താവ് അറിയുക. ദൈവത്തിന് മഹത്വം. എന്നാ താഴോട്ട് ഇച്ചിരൂടെ വായിക്കാം. വായിച്ചു. നിഗളിച്ച് കഴുത്ത് നീട്ടിയും, നിഗളിച്ച് കഴുത്ത് നീട്ടി എറുകണ്ണിട്ട് തത്തി തത്തി നടക്കുകയും. പിന്നെ വായിക്കാൻ കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യും. പിന്നെ കുലുസും ഉണ്ടല്ലോ ഒത്തിരി ഒത്തിരി. ഇപ്പം പിന്നെ നമ്മുടെ പെന്തിക്കോസുകാർക്ക് വളയം കാപ്പ് വിടാൻ മേലാത്തിന് വേറെ ഏതാണ്ട് കയ്യിലിടുന്നുണ്ട്. എന്നതാണോ? എടാ, എന്നാ പിന്നെ നീ പോയി 2 കാപ്പ് മേടിച്ചിടേ, ഇത്ര ഞെങ്ങിയറടി നടക്കുന്നേ.
വായിക്കും. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ഒറി പിടിപ്പിക്കും, നിന്റെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ അടുത്ത വാക്യം കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രകല, കാതില, കടകം, കവണി, തലപ്പാവ്, പട്ടുകച്ച പരിമളക്കൂട്ട്, തകിടുകൂട്ട്, പട്ടുകച്ച പരിമളപ്പെട്ട്, തകിടുകൂട്ട്, ശാൽവ, ദർപ്പമടം, ശോഭപടം, കർണപടം, മൂടുപടം, കല്ലാവ്. അടുത്തത് അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുലികുഴലിന് പകരം കഷണ്ടിയും. അല്ല, തമ്പുരാൻ അടിച്ച് തൂത്ത് കളയുമെന്നായി പറഞ്ഞത്. അവിടെ ഒരു പദമുണ്ട്, പരിമളപ്പെട്ടി. അങ്ങനെ ഒരു പദമില്ലേ? പരിമളപ്പെട്ടി. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധം അല്ല, ഇടയ്ക്കുണ്ട് പരിമളപ്പെട്ടി. തലപ്പാവ്, കൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി. എന്തുവാ പരിമളപ്പെട്ടി? അതാരാ പറഞ്ഞേ? പെർഫ്യൂം. ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ ബിയർപ്പിന്റെ ദുർഗന്ധം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇരുന്നപ്പോൾ ഞാൻ അയ്യോ അത് ലേഡീസിൻ്റെയാണ്, എനിക്കതുപോലെ അറിയാമോ? എടാ, നാട്ടിലെ കുട്ടിക്കൂറായിട്ട് കുടഞ്ഞവൻ ഇവിടെ വന്ന് നാട്ടിലാർക്കാ ലേഡീസിൻ്റെതും ജെൻസിൻ്റെ ഒക്കെ അങ്ങനെ തരംതിരിച്ച് പണ്ടുണ്ടായിരുന്നോ? ആ കൂടെ ഉള്ളത് പുട്ടുകുറ്റി പോയതിന് കുട്ടിക്കൂറാട് ആ വീട്ടിലുള്ള മുഴുവനെണ്ണം അതാ ഇടുന്നത്. കയ്യിലോട്ട് കുടഞ്ഞു വെച്ച് ദേഹത്തും തൂത്ത്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ വാക്ക് തൂത്തത്. ഞാൻ തമാശ പറഞ്ഞതല്ല. പെർഫ്യൂം അടിക്കുന്നതിന് ഞാൻ എതിരോ തരംതിരിച്ച് വാങ്ങുന്നതിന് ഉടക്കുണ്ടാക്കി പറഞ്ഞതല്ല. പക്ഷെ പഴയതൊന്നും മറക്കരുത്. ഞാൻ ഇന്ന കമ്പനിയുടെ അടിക്കുവോളെന്ന് ആട്ടെ, ഞാൻ ഭാഗം ചേട്ടനെ തലയെ കൈവെക്കുന്നത് ദൈവമേ ഇതെല്ലാം കേൾക്കണമെന്ന് കൊടുത്താൽ എനിക്ക് വല്ല ദോഷം അങ്ങനൊന്നുമില്ലല്ലോ. സ്തോത്രം. ഒരു കാര്യം പറയാം, ദൈവം നിന്നെ നടത്തിയ വിധമൊന്നും മറക്കരുത്. ഈ ലോകം എങ്ങനെയും പോട്ട് നമുക്കത് വിഷയമല്ല. അവരത് ചെയ്തു, ഇവരത് ചെയ്തു, നമുക്കതല്ലല്ലോ വിഷയം. ചെല്ലു പറയും, ഞാനെപ്പോഴും പറയും, ചെല്ലു പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ സാഹചര്യവും നമ്മുടെ സ്ഥലവും ഒന്നും നമ്മളെ അനുവദിക്കുന്നില്ലെന്ന്. ഉൽപ്പത്തി 6 ബോധിച്ച പോലെ നടക്കുന്നു, സൂത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും അങ്ങനെയൊക്കെ പ്രയോഗമുണ്ട്, വ്യാഖ്യാനിക്കണ്ട. ലാമക്ക് 2 ഭാര്യമാരുമായിട്ട് നടക്കുന്നു. മൂത്തവന് കൂടാരവാസിയും പശുപാലകന്മാർക്ക് എന്ന് പറഞ്ഞ അവൻ ടെന്റ് മേക്കർ. രണ്ടാമത്തവന് കലാ സാംസ്കാരികം, വേണുവും കിന്നരവും, ഭയങ്കര കലാപരമായിട്ടും സാംസ്കാരപരമായിട്ടും ഉന്നത നിലവാരം പുറത്തുന്ന തലമുറ. അതിൻ്റെ ഇളയ ഒരുത്തനുണ്ട്, അവന് ഗുണ്ട, ചെമ്പും ഇരുമ്പും കൊണ്ട് ആയുധം, അവൻ്റെ ഇടികട്ടെ നെഞ്ചക്കും വടിവാളും നാടൻ ബോംബും തോക്കും ഇതൊക്കെ ആയിട്ട് അവൻ നടക്കുന്നത്. സഭായത്തിന് വരുമ്പോൾ അവൻ്റെ തോക്ക് ഉണ്ടെന്ന്. മറ്റവനെ കലയെ സാംസ്കാരികം, അതങ്ങനെ എല്ലാം ഭയങ്കര പുള്ളിക്കാരാ. ഇങ്ങനെയൊക്കെ ആൾക്കാർ വഴിവിട്ട് ക്രമം കെട്ട് നടക്കുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവത്തോട് കൂടെ നടന്നൊരു ഹാനോക്കുണ്ട്. നീ സാഹചര്യത്തെ പഴി പറയരുത്, സമൂഹത്തെ പഴി പറയരുത്. അക്കാലത്ത് ജീവിച്ചിരുന്ന സകല മനുഷ്യരും അവൻ മറ്റു നിലകളിൽ ജീവിക്കുമ്പോൾ അതിന്റെ നടുവിലും അവൻ 1-2 ദിവസമല്ല 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന ഒരു ഹാനോക്ക്. ഞാൻ കഴിഞ്ഞ ദിവസവും വചനം പ്രസംഗിച്ചവും പറഞ്ഞു ആ ഭാഗം. ഹാനോക്കിനെ ദൈവത്തോട് കൂടെ നടന്നു. അപ്പം ലാമക്ക് തൻ്റെ ഭാര്യമാരോട് ഒരു വീരസ്യം പറഞ്ഞായിരുന്നു. വീരസ്യം 4-ാം അധ്യായത്തിൻ്റെ 19 മുതലൊന്ന് വായിച്ചേ. ഉൽപ്പത്തി 4:19 മുതൽ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദയെന്നും മറ്റവക്ക് സില്ലിയെന്നും പേര്. യാവാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. അവന്റെ ബ്രദർ യൂബാല്, അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് തലതൊട്ടപ്പൻ എന്ന അതിന്റെ അർത്ഥം. മൂന്നാമത്തവൻ തൂബൽ കയ്യൻ, അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പും കൊണ്ടും ആയുധങ്ങളെ
തീർക്കുന്നവൻ. അടുത്ത വാക്യം തൂബൽക്കൈയിന്റെ പെങ്ങൾ നയമാ. പിന്നെ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ലാമക്ക് തന്റെ ഭാര്യമാരോട്, പുള്ളി ഭാര്യമാരോട് വീരസ്യം പറയുക, ആദയോട്. അപ്പൊ ആദയും സില്ലേ അപ്പറയും പറയാൻ നിൽക്കുക. അവരോടാ, വേറെ ആരും കേൾക്കാനില്ല. അവരോട് ആദയും സില്ലയും ആയുള്ളോരെ എന്റെ വാക്ക് കേൾപ്പി, വേറെ ആരും കേൾക്കാനില്ല, നിങ്ങളെങ്കിലും കേക്ക്. അടുത്തത് ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവി. എന്റെ വചനം വേറെ ആരും ചെവി കൊടുക്കുന്നില്ല. ഉപദേശം പറഞ്ഞെങ്കിൽ സ്വന്തം മക്കൾ പോലും കേൾക്കുന്നില്ല. ഭയങ്കര പ്രമാണമാ. ചെല്ലി പറഞ്ഞില്ലേ, യു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ നിന്റെ എന്തിയേ? മിണ്ടുന്നില്ല, മിണ്ടണ്ട. വേറെ ആരും കേൾക്കാനില്ല. അല്ല, അപ്പൻ ഉപദേശം പറഞ്ഞിട്ട് കേൾക്കാൻ മക്കൾ പോലും. അപ്പൻ സൺഡേ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, മോൻ എന്തിയേ, മോൾ എന്തിയേ? മിണ്ടുന്നില്ല. എള്ളു കയറി നമ്മൾ ഇവിടെ നിന്ന് പറയുക, സ്വന്തം മക്കള് കേൾക്കാൻ. ആരാണ്ടൊക്കെ ദീർഘശ്വാസം വിടുന്നത് പോലെ കേൾക്കുന്നു. ഇനിയിപ്പോ അതൊക്കെ നടക്കുകയുള്ളു. പിള്ളേര് ശ്രദ്ധിക്കുന്നില്ലെന്ന്. അല്ല, പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ കണ്ടല്ലോ പിള്ളേര് വളർന്നത്. എന്നാ പിള്ളേര് നമ്മുടെ കൂടെ ആരാധനയ്ക്ക് ഇരിക്കാത്ത? അവനോ ശോധന ചെയ്യണം. നീ ഞാനും സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നേ മറ്റുള്ളവരുടെ കുറ്റവും കുറവും, അന്നിരുന്ന ശുശ്രൂഷകന്റെ പോരായ്മയും ദൈവമക്കളുടെ കുറവുകളും ഒക്കെ അല്ലയോ തീന്മേശയുടെ മുമ്പിൽ വിളമ്പിയത്. കൊച്ചുങ്ങൾ ഇത് കേട്ടിരുന്നതാ. അത് കഴിഞ്ഞാൽ നീ സഭയിൽ വന്ന് മറുഭാഷയും പറഞ്ഞു, അതും പിള്ളേർ കേട്ടു. അപ്പൊ പിള്ളേർക്ക് ഇതിൽ വലിയ വിശ്വാസം വന്നില്ല. പിള്ളേര് പറഞ്ഞു, പപ്പ സ്റ്റേജിൽ നിന്ന് മറുഭാഷ, വീട്ടിൽ വരുമ്പം അസ്തോദ്യ ഭാഷ. മനസ്സിലാകുന്നില്ല. പിള്ളേര് പോകാൻ കാര്യം ഞാൻ തന്നെ. നമ്മുടെ പിള്ളേര് നമ്മളെ കണ്ടാ വളരുന്നേ. ഞായറാഴ്ച ആരാധനയും കർത്തൃമേശ, ആ കർത്തൃമേശയൊക്കെ നുറുക്കുമ്പോ എന്തോ നിനക്ക് എന്നാ വാദക്കുളിരാന്നോ? അല്ലെ കുളിര് കോരുന്ന പുള്ളി ഇത് കഴിഞ്ഞ് കമ്മറ്റി ബഹളം ഉണ്ടാക്കുന്നതും പിള്ളേര്. രണ്ടും പിള്ളേര് കണ്ടച്ചിരിക്കുക. അപ്പൊ പിള്ളേർക്ക് മനസ്സിലായി ഇത് ഞായറാഴ്ച സ്റ്റേജ് മാത്രമുള്ള പ്രകസനമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇതിനോട് വലിയ വിശ്വാസവും താല്പര്യവും. എന്നെ നോക്കി അങ്ങോട്ട് അവിടെ ഒന്നും ഇല്ലല്ലോ, എന്നെ നോക്കി. ഞാൻ പറഞ്ഞ കാര്യമായ കാര്യമല്ലേ? അതറിഞ്ഞാ മതി. സ്തോത്രം. ആരെയും താഴ്ത്തിക്കെട്ടി പറഞ്ഞതല്ല പ്രിയരെ. എന്റെയും നിന്റെയും തലമുറ എന്നെ നിങ്ങളെ കണ്ടാ വളരുന്നത്. നമ്മൾ വീട്ടിൽ എന്തോ സംസാരിക്കുന്നു. വീട്ടിലെങ്ങനാ? ഞായറാഴ്ച 3 മണിക്കൂർ സ്റ്റേജിൽ കയറിയുള്ള കസർത്തല്ല. 21 മണിക്കൂറാ പിള്ളേര് ശ്രദ്ധിക്കുന്നത്. 3 മണിക്കൂർ വിശ്വാസികളെല്ലാം ശ്രദ്ധിക്കും, എന്നെ നിങ്ങളെയും. ചെല്ലു പറയില്ല, പക്ഷേ പൊളിച്ചു. ആരെ പൊളിച്ചെന്ന്? അല്ല, പിള്ളേരുടെ ഭാഷയാ. കേട്ടിട്ടില്ലേ നമ്മുടെ പാലക്കാട്? സ്റ്റേജിൽ കയറി 3 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ പൊളിക്കാം. 21 മണിക്കൂർ പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ട്. അവര് കുഞ്ഞിനെ മുതൽ ശ്രദ്ധിച്ചു. പിന്നെ അവർ അന്നേരം ഒന്നും പറയാൻ എന്നാന്ന് വെച്ചാൽ അവർക്ക് തന്നെ നിൽക്കണ്ടേ. ഇപ്പൊ തന്നെ നിൽക്കാൻ അവര് പ്രായമായപ്പം അവർക്ക് മനസ്സിലായി ഞാന്
വ്യക്തിവിദ്വേഷം ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ആരെയും തേജോവധം ചെയ്യാനും പറഞ്ഞതല്ല, ആരെ ഇകഴ്ത്തി പറഞ്ഞതുമല്ല. ഒന്നാം പ്രതി ഞാനാ. ഞാൻ തിരുവല്ല ഹപ്പറോൻ ചർച്ചിൽ സ്റ്റേജിലിരുന്ന് 3-4 മണി, ഞങ്ങൾക്ക് 4 മണിക്കൂറോളം ഉണ്ട്. അവിടെ സമയം ഇച്ചിരി ഉണ്ട്, അല്ലെങ്കിൽ സമയം എടുക്കും. പക്ഷേ എൻ്റെ മകനെ പോയിട്ട് 20 മണിക്കൂർ വീട്ടിൽ എന്നെ കാണുന്നുണ്ട്. ഞാൻ വീട്ടിലെങ്ങനെ ആ സ്റ്റേജിൽ പറഞ്ഞത് തന്നെ ആണോ? അത് നോക്കും. സ്റ്റേജിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ജോഷുവ നോക്കും, ശ്രദ്ധിക്കും. സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു ആർക്കും ദോഷം ചെയ്യരുതെന്ന്. വീട്ടിൽ ഇരുന്ന് ഞാൻ ദോഷം പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എൻ്റെ മോൻ നോക്കും. സ്റ്റേജിൽ നിന്ന് ഈ പ്രസംഗം ഒരു കലയും കൂടാ കേട്ടോ. അതെ, അതൊരു കലയും കൂടെ. അതെല്ലാവർക്കും ചിലപ്പം കിട്ടിയ, ചിലക്ക് ഒരു വരദാനവും കൂടെ ഒക്കെയാണ്. നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കും. ഞാൻ എന്നെയും പ്രതിയാക്കി പറയാ, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും പ്രതിയാ. 1-ാം പ്രതി ഞാനാ. ഞാനീ പറയുന്നതിനെല്ലാം 1-ാം പ്രതി ഞാനാ. ഞാൻ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചു, ഓരോ വകുപ്പൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നടത്തിയൊന്നും. ഒരാൾ പറഞ്ഞു ഞാൻ 80കളിൽ USA കാലുകുത്തിയ ആളാ. എനിക്കാണ്ട പുറകിരിക്കുന്ന ബേബിച്ചാനോട് ബഹുമാനം. ബേബിച്ചാൻ ഇപ്പം പറയുന്നതൊക്കെ എന്തിനാ പറയുന്നത്? എന്നെ ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ്. എനിക്ക് പുള്ളിയോട് ബഹുമാനം കൂടാനുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ മിക്കപ്പോഴും പറയും, നാട്ടിലുമൊക്കെ പറയും, 52 കൊല്ലമായി വന്നിട്ട് കണ്ടാ പറയല്ല. 52 എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എന്നാ ഇംഗ്ലീഷ് ഇരിക്കട്ടെ, 52 ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇപ്പം മനസ്സിലായോ? ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഇന്ന് രാത്രി അങ്ങ് പോവാ, യോഗത്തിന് ഇരിക്കുന്നില്ലെന്ന് വേണേ പറയും. 52 കൊല്ലമായി ഞാൻ അതകത്ത് ഇങ്ങനെ ശ്രദ്ധിക്കും പല കാര്യങ്ങൾ. ചിലപ്പോൾ ആൾക്കാർ പറയും ആള് പൊട്ടനാന്ന് പറയും. അല്ല, അങ്ങനെ പറയും, ആൾക്കാർ പറയും. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ അത് പറയുന്നത് എന്നോട് ഞങ്ങൾ സംസാരിച്ചും പറഞ്ഞ് പുള്ളിക്ക് 1 രൂപ കൊണ്ട് കൊടുത്തു. ഭിക്ഷക്കാരനാന്നുള്ള രീതിയിൽ കൊടുത്തതാ. അല്ല, അവൻ്റെ ദൃഷ്ടിക്ക് പുള്ളി ഭിക്ഷക്കാരനായിട്ട് തോന്നി. അതിന് വലിയ പ്രൗഢിയും പത്രാസും ഒന്നും. ഞാൻ ഒരു കാര്യം ദൃഷ്ടാന്തം ഒന്ന് സൂചിപ്പിച്ചു, വിട്ട് കളഞ്ഞേര്. ഇനി ഏതാ ഉപയോഗിച്ചൻ, ഏതാ അത് വിട്ടുകളാ. ദൈവത്തിന് മഹത്വം. നമ്മളെ കണ്ടാണ് പിള്ളേര് വീട്ടിലെ. ഞാൻ എന്നെ പ്രതിയാക്കിയ പ്രതി ഞാനാ. ഞാൻ സ്റ്റേജിൽ നിന്ന് തകർക്കും. മറ്റുള്ളവർക്ക് നമ്മൾ ദോഷമൊന്നും ചെയ്യരുത്. അത് എൻ്റെ മോനും കേൾക്കും, ഭാര്യയും കേൾക്കും, സഭക്കാരും കേൾക്കും. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആർക്കാലും വിരോധമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നും അവൻ കണ്ടുപിടിക്കും. പറ. സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം, വീട്ടിൽ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമെന്നത് പിള്ളേർ നോക്കും. അവിടെ പറഞ്ഞതുപോലെ ആണോ വീട്ടിലെന്നും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ആരെയും വിധിക്കണ്ട. ഇനി എത്ര കാലം എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ അപാകതകളും ന്യൂനതകളും പോരായ്മകളൊക്കെ വന്നാൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ വിഷയം വിട്ടേക്കാം, വെറുതെ അലോഗ്യം ഉണ്ടാക്കണ്ട. ഇപ്പൊ തന്നെ തെളിഞ്ഞിരുന്ന ചില മുഖങ്ങളൊക്കെ ഈ കഷായം കുടിച്ച പ്രതീതി, ഈ കൈപ്പുള്ള കഷായം കുടിച്ച മുഖത്തൊരു ഷേപ്പ് കേട് വരും. ദൈവത്തിന് മഹത്വം. പിതാക്കന്മാരെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പം കൊച്ചുമക്കൾ അപ്പുറേ പോയി
2 കാളക്കുട്ടി ഉണ്ടാക്കി. ഒരു നാണയത്തിന് 2 വശമാണ്. ഞാൻ വേറൊരു വശം പറയാം. നിങ്ങൾ പറയാം മണ്ണമ്മ മുതൽ പുള്ളി നമുക്കിട്ട് കുത്തായിരുന്നു. അല്ല, ആദ്യത്തെ കുത്ത എനിക്കാ. ഇരുപായത്തിലുള്ള വാളല്ലേ, ആദ്യം എന്നെ വെട്ടും. എന്റെ നെഞ്ച് പളന്നേച്ചേ നിങ്ങളെ തൊടുകയുള്ളൂ. ആദ്യത്തെ വെട്ട് എനിക്കാ. അപ്പൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ കൊച്ചുമക്കള്. എന്നാൽ മറുവശം ഈ ദാവീദിന്റെ കാലത്ത് ദൈവാലയത്തിൽ പാട്ട് പാടാൻ നിയമിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആസാഫ്. ആസാഫിനെ പറ്റി പഠിക്കുന്ന ആദ്യത്തെ നിയമനത്തിൽ നല്ല സ്ഥാനമൊന്നും കൊടുത്തില്ല. പുള്ളി സംഗീതത്തിൽ പ്രാവീണ്യമുള്ള ആളാ. നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞ സംഗീത സംവിധായകനൊക്കെയാ. ഭയങ്കര കഴിവാണ്. പക്ഷെ ആ കഴിവിനനുസരിച്ച് ഒരു പൊസിഷൻ ആദ്യം കൊടുത്തില്ല. നിങ്ങളാണ്ട് വായിച്ച വെറും ഒരു സംഗീതക്കാരനാക്കി. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16 മുതലൊന്ന് വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ന്റെ 16 താഴെ, ഇടതുവശത്ത് താഴെ. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അടുത്ത വാക്യം. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും അപ്പം ഹേമാനെയും ആസാഫിനെയും പിന്നെ താഴോട്ട് 2-ാം തരത്തിലെ പൗരന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അവരെ നിയമിച്ചു, ആക്കി. അങ്ങനല്ലയോ? അപ്പൊ 1-ാമത്തെ നിയമനത്തിൽ ആസാഫ് മിടുക്കനാ, കഴിവുള്ളവനാ, നല്ല അഗ്രഗണ്യനാ ഈ വിഷയത്തിലെ, സംഗീതത്തിലെ നല്ല. അപ്പം ആദ്യത്തെ നിയമനത്തിൽ പുള്ളിയുടെ കഴിവും പ്രാപ്തിയും പഠിപ്പും പഠകവും അനുസരിച്ചൊരു നിയമനം കൊടുത്തില്ല. എല്ലാവരുടെയും പോലെ ഒരു നിയമനവും കൊടുത്തു. പക്ഷെ ആസാഫിന്റെ ക്വാളിറ്റി ഉടക്കിയൊന്നുമില്ല. നമ്മളായിരുന്നു ഇട്ടേച്ച് പോയാലും മൈക്കും എടുത്തുകൊണ്ട് പോയാലും ഞാൻ എൻ്റെ മൈക്കായിരുന്നു തരാം, എന്നെ പാടിപ്പിച്ചില്ല. എൻ്റെ മൈക്കും പണ്ടൊരു സഭയിലൊരു വല്യപ്പൻ, സഭ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ അറിയാം, പേര് പറയുന്നില്ല, മോട്ടർ മേടിച്ച് സഭ വല്യപ്പൻ കൊടുത്തതാ. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നപ്പോൾ അയാൾ മോട്ടർ അടിച്ചുകൊണ്ട് പോയി. രാവിലെ ഉപദേശി സ്വിച്ച് ഇട്ടിട്ട് വെള്ളം വരുന്നില്ല. അപ്പം കിണർ കുറച്ച് ദൂരെയാ. പുള്ളി പറഞ്ഞു, ഞാനേ വെള്ളം വരുന്നില്ല. എന്നാ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നല്ലോ. അയ്യോ, പൈപ്പിൻ്റെ അവിടെ ചെന്ന് നോക്കാൻ വെള്ളമില്ല. ലാസ്റ്റ് വന്ന് ഈ മോട്ടറിന് എന്തെങ്കിലും കൂടെ കിണറ്റി വന്നപ്പോൾ മോട്ടറില്ല. അപ്പം കടക്കാരൻ പറഞ്ഞു, അപ്പച്ചൻ ഇന്നലെ വൈകുന്നേരം അഴിച്ചോണ്ട്. അല്ല, അങ്ങനത്തെ ബിരുദന്മാരും ഉണ്ട്. ആദ്യത്തെ നിയമനം നല്ല നിയമനമാ. ആ നിയമനത്തിൽ നല്ലൊരു പൊസിഷൻ കൊടുത്തില്ല. എല്ലാവരുടെയും കൂടെ ഒരു സാധാ ഒരു സംഗീതക്കാരനായിട്ട് നിയമിച്ചു. പക്ഷെ പുള്ളി ഉടക്കിയില്ല, പുള്ളി എതിർത്തുമില്ല. ഞാനൊരു കാര്യം അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും പറയാം. നിന്റെ പ്രാപ്തിക്കും കഴിവിനും കൃപയ്ക്കും അനുസരിച്ച് ചിലപ്പോൾ നിന്നെ പരിഗണിച്ചെന്ന് വരികയല്ല, മാനിച്ചെന്ന് വരികയല്ല. പക്ഷേ നീ പതറരുത്, ചഞ്ചലിക്കരുത്, ഉടക്കാൻ പോകരുത്, കേസ് കൊടുക്കാൻ പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, അടിയന്തര കമ്മിറ്റി കൂടരുത്, സഭയിലെ ആരോടും വിളിച്ച് കുരുക്കു ഒപ്പിക്കരുത്. നീ ചെയ്യേണ്ട മാർഗം എന്നാന്ന് വചനത്തിൽ പറയാ, മുട്ടയിലിരിക്കണം. നീ മുഴങ്കാലിലിരിക്കണം. മുഴങ്കാലിൽ പാസ്റ്റോടും പറയണ്ട, കമ്മിറ്റിക്കാരോടും പറയണ്ട, പ്രസിഡന്റിനോടും പറയണ്ട. ഇതൊക്കെ ഈ ജോർജ് കുട്ടിയെ കാണുമ്പോ എല്ലാവരും പറ നാടിലെ ഭാഷയാ ജോർജ് കുട്ടിന്ന്. എടാ, സമയം വരുമ്പം നാടൻ ഭാഷ പറഞ്ഞ മിക്കവനും കള്ളിനും ചക്കരയ്ക്കും ചെത്തും. കുട്ടനാട്ടുകാരനായതുകൊണ്ട് പെട്ടെന്ന് അത് പിടികിട്ടി കാണും. കള്ളിനും ഇങ്ങോട്ട് നോക്ക്. ഇവിടൊക്കെ ഇതാ. അതുകൊണ്ട് നിന്നെ സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാം, നോക്കണം, ഒന്നും നടക്കുകയല്ല. പക്ഷെ ചെയ്യേണ്ട മാർഗം ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും പറയും. നീ മുഴങ്കാലിൽ അങ്ങോട്ടിരിക്കണം, നീ മുട്ടിമേൽ അങ്ങോട്ടിരിക്കണം.
നിന്റെ പ്രാപ്തിക്കും കൃപയ്ക്കും അനുസരിച്ച് നിനക്കൊരു പദവിയോ സ്ഥാനമോ തന്നില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്, മടുത്തു പോകരുത്. നീ മുഴങ്കാലിൽ അങ്ങോട്ട് ഇരിക്കണം, ഇരുന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. ഈയോ പറയുക, ഇപ്പോഴോ എന്നെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയർത്തിരിക്കുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ആരെയും കാണാനും പോകണ്ട, ആരോടും നിന്റെ കാര്യവും പറയണ്ട. അച്ചായൻ എന്നെ ഒന്ന് പരിഗണിക്കണമെന്നും. നമ്മുടെ ആളാണോ? സ്തോത്രം. ഒന്നിനും പോകണ്ട. സ്തോത്രം. നീ മുഴങ്കാലിൽ ഇരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം ഉണ്ടെന്ന്. നിനക്ക് വേണ്ടി ഇറങ്ങി വരും, ആകാശം ചായച്ചിറങ്ങി വരും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. ആരുടെ അക്കാലത്തിന് പോകണ്ട, ആരെ ഒന്നിനും നീ പോകണ്ട. പ്രാർത്ഥനയിൽ പോരാടണം. ഞാൻ അധികം വിവരിക്കുന്നില്ല. ദൈവം അനുവദിക്കുകയാണ്. നാളെ എങ്ങനെയാന്നുള്ളതാ, അല്ല വൈകിട്ട് ചിലപ്പോൾ കോള് വരും. ആട്ടെ, ഉള്ളതുപോലെ ആട്ടെ. ദൈവത്തിന് മഹത്വം. അവസരം കിട്ടുകയാണെ പറയാം. ആക്കി ആസാബ് മുഴങ്കാലുമേലിരുന്നു. അപ്പം ദൈവം ഒരു കാര്യം ചെയ്തു. ആദ്യത്തെ നിയമനത്തിൽ വേണ്ട നല്ല ഒരു ഇത് കൊടുത്തില്ല. പുള്ളി നിരാശപ്പെട്ടില്ല, എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അടങ്ങിയിരിക്കുമോ? രണ്ടാമതൊരു നിയമനം കൊണ്ടുവന്നു. ഒന്നാം നിയമനം 15-ലാ. ഒന്നാം നിയമനത്തിൽ മറ്റവരെ പോലെ തന്നെ ഒരു നിയമം. അങ്ങനെ പുള്ളിക്ക് കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ചില സഭയിൽ ചെന്ന്, എല്ലായിടത്തെയും കാര്യമില്ല, നാട്ടിലെ ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയാമല്ല, ചിലർ പാടാൻ ട്യൂണും സ്വരവില്ലേലും മൈക്ക് കൊടുക്കുകയല്ല. ചുമ്മാ ഈ ഓരോരുത്തർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ഓരോ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ നന്നായി വരണം. ഏൽപ്പിക്കാത്ത കാര്യം ഞാനെപ്പോഴും എന്നെ ചിലർ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ ചിലർ പറയും, ദൈവദാസനെ ഇന്ന സബ്ജക്റ്റാണ് പ്രസംഗിക്കേണ്ടത്. ഇപ്പം എല്ലാം തീമാണല്ലോ മൊത്തം. എന്നെ തീ. അപ്പം ചിലർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം, അയ്യോ എനിക്കത് പറയാൻ അറിയാൻ മേല. ഞാൻ പറയും, എനിക്കത് പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ അത് ഒക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യേ, ഇന്നയാളിനെ വിളിക്കുക. പുള്ളി അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നന്നായിട്ട് പുള്ളി അത് വിളിക്കും, അതാ നല്ലത്. പറഞ്ഞു കൊടുക്കും. ഞാനവിടെ ചെന്ന അവസാനം ചക്കന്ന ബുക്കന്നറിയാമല്ല, അത് കടന്ന അവസാനം മറുഭാഷ പറഞ്ഞു. ഇന്ന് രാത്രി ഒരു വിടുതൽ, ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞു, എനിക്ക് മിണ്ടാൻ മേല, പിന്നെ നിന്നെ വിളിച്ചോ? ഒരു പ്രധാനപ്പെട്ട കൺവെൻഷൻ ഒരാൾ പ്രസംഗിക്കാൻ, ഇപ്പം അങ്ങനെയാണെന്നില്ല, കാശ് കൊടുത്താലൊക്കെ കാശ് കൊടുക്കണം. അത് അവർ പറയും ഇത്ര രൂപ എന്ന് പറയും. അങ്ങനെ വല്ല അറിവും എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. വേണ്ട, കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാശ് കൊടുത്താൽ മതി. കാശ് അവസരം തരും. കാശില്ലാത്ത നിനക്ക് ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു. പക്ഷെ നീ നിരാശപ്പെടരുത്. അപ്പോൾ ഒരാളെ പ്രസംഗിപ്പിച്ചു പുള്ളി മുമ്പേ പറഞ്ഞ അച്ചായൻ, ഞങ്ങൾ നിൽക്കുക അവിടെ. പുള്ളി പ്രസംഗിക്കാൻ നേരത്ത് പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും പറഞ്ഞാൽ ഞാൻ യോഗ്യനല്ല, എനിക്കതിനുള്ള കഴിവ് ഇല്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇറങ്ങി വന്നാൽ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ അത് കഴിവില്ല, യോഗ്യതയില്ലെങ്കിൽ അത് അവർ ക്ഷണിച്ചപ്പോൾ പറയണ്ടായിരുന്നു. കഴിവും യോഗ്യതയും ഉള്ളവർ ഇതിനകത്ത്. അപ്പോൾ അവരുടെ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അല്ല, ഒരു വശം അത് ശരിയാ. അറിയാൻ മേലെങ്കിൽ അറിയാൻ മേലെന്ന് ചെറുക്ക് അങ്ങനെ പറയത്തില്ല. എനിക്ക് അറിയാൻ മേലെന്ന് ചെറു നാണക്കേടാണ്. ഞാൻ പറയും എനിക്ക് അറിയത്തില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, 10 ജയിച്ചതല്ലെന്നൊന്നും ഇനി മിണ്ടേണ്ടത്. ഞാൻ പറഞ്ഞു, പോട്ടാ 10 ജയിച്ചല്ലെന്ന് പറഞ്ഞ് അവൻ എന്നോട് ഇംഗ്ലീഷ് ചോദിച്ചാൽ ഞാൻ വെള്ളം കുടിക്കുകയല്ലാതെ. എടാ, അറിയാൻ മേലെന്ന് പറയുന്നതിനാ അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഒന്നാമത്തെ നിയമനത്തിൽ ഒരു നല്ല പൊസിഷൻ കൊടുത്തില്ല, പുള്ളി നിരാശപ്പെട്ടില്ല.
പക്ഷേ രണ്ടാമത്തെ നിയമനം വന്നപ്പോൾ ദൈവം പ്രവർത്തിച്ചു. 16:4 വായിര് 16:4 16:4 കണ്ണിക തുടങ്ങുന്നിടത്ത് വലത്ത് വശത്ത്. അമ്മ വായിക്കാമേ. അമ്മ ഏതായാലും ഇന്നലെ മുതൽ വന്നിരിക്കുക. കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ദേവരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാബ് തലവൻ. ആസാബ് തലവൻ. അമ്മയുടെ വീട് എവിടാ നാട്ടില്? റാന്നിക്കാരിയുടെ ഗുണമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 16-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുക ആസാഫ്. ഇനി അമ്മ ഞാൻ ദൈവരാശിക്ക് ഒരു അവസരം കൊടുക്കാം, മൈക്ക് കൊണ്ടൊന്ന് വായിച്ചോട്ടെ. വായിക്ക് 16:4. ആസാഫ് തലവൻ. അല്ല, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര്. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പാകെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ഒക്കെ ചെയ്യുവാൻ ലേവരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അടുത്ത പദം ആസാഫ് തലവൻ. മതി നിർത്ത്. 15-ാം അധ്യായത്തിൽ സാധാരണ ഒരു പാട്ടുകാരനായിട്ട് നിയമനം നടത്തി. പുള്ളി ഉടക്കിയില്ല, എതിർത്തില്ല, ആളെ കൂട്ടിയില്ല, കുരുക്കൊപ്പിച്ചില്ല. പുള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം നിയമനം വന്നപ്പോൾ ദൈവം ഇവനെ തലവനാക്കി. നീ സൂത്രത്തിൽ ഒരു കസാര ഒപ്പിക്കരുത്, സൂത്രത്തിൽ ഒരു സ്ഥാനവും ഒപ്പിച്ചെടുക്കരുത്. നീ തന്ത്രത്തിൽ. എടാ, ഞാനൊരു കാര്യം പറയാം. നീ സൂത്രത്തിൽ തന്ത്രത്തിൽ പ്രസിഡന്റ് ആകരുത്, തന്ത്രത്തിൽ ഓവർസിയർ ആകരുത്, തന്ത്രത്തിൽ സൂപ്രണ്ടും ആകരുത്. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് നശിപ്പിച്ച് കാശ് കൊടുത്ത് ആളെ കൂട്ടി ഗുണ്ടകളെ ഇറക്കി, പിള്ളേരുടെ ഭാഷ പറഞ്ഞ കാശെടുത്ത് വീശിയെന്ന്. കാശെടുത്ത് അങ്ങനെയൊക്കെ സൂത്രം ചെയ്താൽ കസേര കിട്ടും, കുറെ നാൾ പൊസിഷനിലൊക്കെ ഇരിക്കാം, പക്ഷേ നിലനിൽപ്പില്ല. എന്നാൽ ദൈവം നിന്നെ തെരഞ്ഞെടുക്കും. ദൈവം നിന്നെ സമയം വരുമ്പോൾ ഉയർത്തും. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ നീ താണിരിക്ക. സമയമാകുമ്പോ ദൈവം നിന്നെ മാനിക്കും. സമയമാകുമ്പോ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിനക്കും ദോഷം വരികയില്ല.